സമാധാന നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. വെനിസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് പുരസ്കാരം. വെനിസ്വേലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള നീതിയുക്തവും സമാധാനപരവുമായ മാറ്റം കൈവരിക്കുന്നതിനുമുള്ള പോരാട്ടവും മുൻനിർത്തിയാണ് മരിയ കൊറീന മച്ചാഡോയ്ക്ക് ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകാൻ നോർവീജിയൻ നോബൽ കമ്മിറ്റി തീരുമാനിച്ചത്. സമാധാന നോബൽ പുരസ്കാരത്തിന് ഇത്തവണ 338 നോമിനേഷനുകളാണ് ലഭിച്ചത്. ഇതിൽ 244 വ്യക്തികളും 94 സംഘടനകളും ഉൾപ്പെടുന്നു. നോർവീജിയൻ നോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 5-അംഗ നോബൽ കമ്മിറ്റിയുടെ ചെയർമാനായ ജോർഗൻ വാട്നെ ഫ്രൈഡ്നസ് ആണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. നോബൽ സമ്മാനത്തിനായുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മോഹം ഇതോടെ പൊലിയുകയാണ്. ട്രംപിന്റെ സമ്മർദ്ദം ഇവിടെ വിലപോയില്ലെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നിരവധി പ്രദേശങ്ങളിലെ സംഘർഷം പരിഹരിക്കുന്നതിന് താൻ മധ്യസ്ഥത വഹിച്ചിട്ടുണ്ടെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. സമാധാന നോബൽ പുരസ്കാരത്തിനായി ട്രംപ് പലതവണ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ട്രംപിന് പുരസ്കാരം ലഭിക്കാനുള്ള സാധ്യത വിദൂരമാണെന്നാണ് നേരത്തെ തന്നെ വിദഗ്ധർ വിലയിരുത്തിയിരുന്നത്. അധികാരത്തിലേറി 7 മാസത്തിനകം ഇന്ത്യ, പാകിസ്ഥാൻ, കംബോഡിയ, തായ്ലാന്റ്, കൊസോവോ, സെർബിയ, കോങ്കോ, റുവാണ്ട, ഇസ്രായേൽ, ഇറാൻ, ഈജിപ്ത്, എത്യോപ്യ, അർമേനിയ, അസർബൈജാൻ തുടങ്ങിയ 7 അന്താരാഷ്ട്ര സംഘർഷങ്ങൾ താൻ പരിഹരിച്ചു എന്നായിരുന്നു ട്രംപിന്റെ പ്രധാന വാദം. സമ്മാനം തരാതിരിക്കാൻ അവർ കാരണം കണ്ടെത്തും, എന്നാൽ കിട്ടിയില്ലെങ്കിൽ അത് അമേരിക്കയ്ക്ക് അപമാനമാകുമെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഇസ്രായേൽ, പാകിസ്ഥാൻ, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങൾ ട്രംപിനെ നാമനിർദ്ദേശവും ചെയ്തിരുന്നു. US റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളായ റിപ്രസെൻറ്റേറ്റീവ് ബഡ്ഡി കാർട്ടറും ആന പൗലീന ലൂണയും ട്രംപിനെ ഔദ്യോഗികമായും നാമനിർദ്ദേശം ചെയ്തിരുന്നു. വൈറ്റ് ഹൗസ് ട്രംപിനെ സമാധാനത്തിൻ്റെ പ്രസിഡന്റ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും ചെയ്തിരുന്നു. 2018-ലും ട്രംപ് സമാന അവകാശവാദം ഉന്നയിച്ചിരുന്നു. നോബൽ പ്രഖ്യാപനത്തിന് മുമ്പ് ഗസയിലെ ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കാനും ലക്ഷ്യമിട്ടായിരുന്നു ട്രംപിൻ്റെ 20 ദിന ഗസ സമാധാന പദ്ധതിയെക്കുറിച്ച് കൈറോയിൽ മാരത്തൺ ചർച്ചകൾ വരെ നടന്നത്. ഗസയിലെ അധിനിവേശം, യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയവ പരിഹരിക്കാൻ ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ ട്രംപ് സമ്മർദ്ദം ചെലുത്തിയെങ്കിലും യുക്രൈൻ വിഷയത്തിൽ വലിയ പുരോഗതി ഉണ്ടായിരുന്നില്ല. യുക്രൈൻ യുദ്ധം തീർത്താൽ നോബൽ തരാമെന്ന് അവർ പറഞ്ഞിരുന്നു, എന്നാൽ അത് തീർക്കാൻ കഴിഞ്ഞില്ല എന്ന് ട്രംപ് സമീപകാല സോഷ്യൽ മീഡിയയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.